ഡൽഹിയിൽ വിജയിച്ചത് BJP, പരാജയപ്പെട്ടത് അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ ആം ആദ്മി പാർട്ടിയും. എന്നാൽ കോൺഗ്രസ് ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൽഹി തെരഞ്ഞെടുപ്പിലെ ഫലത്തിൽ ഏറ്റവും സന്തോഷം അവർക്കാണ് എന്ന് തോന്നും. എന്തുകൊണ്ടാണ് വിജയിക്കാൻ കഴിയാഞ്ഞിട്ടും കോൺഗ്രസിന് ഈ സന്തോഷമെന്ന് ഒന്ന് നോക്കാം. 1998 മുതൽ 2013 വരെ തുടർച്ചയായി ഡൽഹി ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ആ 15 വർഷവും ഡൽഹി മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ഷീലാ ദീക്ഷിത് ആയിരുന്നു. 2011 RSSന്റെ ഏജന്റുമാരായ അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും ചേർന്ന് അഴിമതി വിരുദ്ധ സമരം എന്ന പേരിൽ ഡൽഹിയെ ഇളക്കി മറിക്കുകയും അതിന്റെ മറവിൽ 2012 RSSന്റെ പിന്തുണയോടെ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി കേജ്രിവാൾ രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് 2013 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ പരാജയം നേരിടുകയും ആം ആദ്മി പാർട്ടി 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. സിറ്റിംഗ് മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിത്തിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതോടെ ഡൽഹിയിൽ കോൺഗ്രസ് പരിപൂർണമായി തകർന്നടിയുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഏറ്റവും മികച്ച രീതിയിൽ ഡൽഹി ഭരിച്ചിരുന്ന ഷീലാ ദീക്ഷിത്തിനെയും കോൺഗ്രസിനെയും RSSന്റെയും BJPയുടെയും ഒത്താശയോടെ നശിപ്പിച്ച അരവിന്ദ് കെജ്രിവാളിന് BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനു വേണ്ടി മാത്രമായി കോൺഗ്രസ് പിന്തുണ നൽകി. അങ്ങനെയാണ് ആദ്യമായി കേജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാവുന്നത്. പിന്നീട് 2015 2020 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ AAPയുടെ തേരോട്ടമായിരുന്നു. കോൺഗ്രസ് ആകട്ടെ തകർന്നടിഞ്ഞ് ഒരു സീറ്റുകൾ പോലും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ ചെറിയ വോട്ട് ശതമാനം മാത്രമേ ഈ തെരഞ്ഞെടുപ്പുകളിൽ നേടിയുള്ളൂ. കേജ്രിവാളിന്റെ സ്വപ്നം എന്നത് AAPയെ ഇന്ത്യ മൊത്തം വളർത്തി കോൺഗ്രസിനെ തച്ചുടച്ച് പ്രധാനമന്ത്രിയാവുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി BJPയും RSSും ഒളിഞ്ഞും തെളിഞ്ഞും മുക്കാൽ സംഖ്യ കേജ്രിവാളിന് പിന്തുണയും നൽകിക്കൊണ്ടിരുന്നു. പിന്നീട് നടന്ന പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് വലിയ വിജയം ഉണ്ടാക്കി കൊടുക്കുന്നതിന് കാരണമായത് കേജ്രിവാൾ ആയിരുന്നു. 2022 നടന്ന ഗോവ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുൻതൂക്കം ഉണ്ടായിരുന്നു. എന്നാൽ സംഘി കേജ്രിവാൾ അവിടെ മത്സരിക്കാൻ ഇറങ്ങി കോൺഗ്രസിന്റെ സാധ്യത പരിപൂർണമായി നശിപ്പിക്കുന്നതിൽ വിജയിച്ചു. അന്നത്തെ ഗോവ തെരഞ്ഞെടുപ്പിൽ BJP 33.3% വോട്ടുകളും കോൺഗ്രസ് 23.5% വോട്ടുകളും ആം ആദ്മി പാർട്ടി 12.8% വോട്ടുകളുമാണ് നേടിയത്. ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച ഈ മുഴുവൻ വോട്ടുകളും കോൺഗ്രസിൻ്റെതായിരുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയാവാൻ കച്ചുകെട്ടി ഇറങ്ങിയ മമതാ ബാനർജിയും കോൺഗ്രസിലെ ചില നേതാക്കളെ അടർത്തിയെടുത്ത് അവിടെ മത്സരിക്കുകയും 9%-ലധികം കോൺഗ്രസിന്റെ വോട്ടുകൾ കവർന്നെടുക്കുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് 45% വോട്ടുകൾ ലഭിക്കേണ്ട കോൺഗ്രസ് 33% വോട്ടുകൾ ലഭിച്ച BJPക്ക് പിന്നിൽ 23.5% വോട്ടുകളുമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2022 നടന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിലും BJPക്ക് വേണ്ടി ഇതേ സഹായമാണ് കേജ്രിവാൾ ചെയ്തു കൊടുത്തത്. അവിടെ AAP കോൺഗ്രസിന്റെ വോട്ടുകൾ പുലർത്തി ഏതാണ്ട് 13%-ഓളം വോട്ടുകൾ നേടിയെടുത്തു. 2017 തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകൾ നേടിയ കോൺഗ്രസ് വെറും 13 സീറ്റുകളിലേക്ക് തകർന്നടിയുകയാണ് ഇതിന്റെ ഫലമായി ഉണ്ടായത്. കോൺഗ്രസിന്റെ വോട്ട് ശതമാനം 27.3 കുത്തനെ ഇടുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസിന് 2017 ലഭിച്ചതിൽ നിന്ന് 60 സീറ്റുകൾ ആം ആദ്മി പാർട്ടി വെട്ടിക്കുറച്ചപ്പോൾ അവർക്ക് ലഭിച്ചതാകട്ടെ വെറും 5 സീറ്റുകൾ. ഏറ്റവും അവസാനമായി 2014 അവസാനം നടന്ന ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായി ഒരുമിച്ച് മത്സരിക്കുന്നതിന് വേണ്ടി AAP പാർട്ടിക്ക് 5 സീറ്റുകൾ കോൺഗ്രസ് ഓഫർ ചെയ്തുവെങ്കിലും അവർ അത് നിരസിച്ച് പാർട്ടി വളർത്താൻ എന്ന വ്യാജേന എല്ലാ സീറ്റുകളിലും തനിച്ചു മത്സരിച്ചു. അതിന്റെ ഫലമായി കോൺഗ്രസിന്റെ ഏതാണ്ട് 2%-ഓളം വോട്ടുകൾ അവർ തട്ടിയെടുത്തപ്പോൾ 0.4% വോട്ടുകളുടെ വ്യത്യാസത്തിൽ കോൺഗ്രസിന് അവിടുത്തെ ഭരണവും നഷ്ടമായി. AAP പാർട്ടിക്ക് ആകട്ടെ ഒരു സീറ്റുകൾ പോലും ലഭിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആം ആദ്മി പാർട്ടി എന്ന BJPയുടെ ഏജന്റുമാർ കോൺഗ്രസിന്റെ സാധ്യതകൾ തകർക്കുകയാണ് ഉണ്ടായത്. അധികാരമോഹമല്ല, വലിയ ഐഡിയോളജിയാണ് തങ്ങൾക്കുള്ളത് എന്ന് പുറമേ നടിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ വളരെയേറെ ആളുകളാണ് BJPയിൽ ചേർന്നത്. ഈ ഡൽഹി ഇലക്ഷന് തൊട്ടു മുൻപായി അവരുടെ 8 MLAമാരാണ് രാജിവെച്ച് BJPയിൽ ചേർന്നത്. AAP രൂപീകരിക്കുന്ന സമയത്തുള്ള ഒരു ചിത്രമാണ് ഇത്. ഇതിൽ ആ ഡാർക്ക് കളർ ഉള്ള ഷർട്ട് ഇട്ട് നിൽക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സാബരിൽ ഒരാളായ കുമാർ ബിശ്വാസ് ഇപ്പോൾ ഏറ്റവും വലിയ മതവേറി പിടിച്ച മോദി ഭക്തൻ ആയി മാറിയിരിക്കുകയാണ്. അതുപോലെ ഇതിൽ കാണുന്ന വളരെയേറെ ജനാധിപത്യ മൂല്യങ്ങൾ വെച്ചു പുലർത്തുന്ന പ്രശാന്ത് ഭൂഷണെ
കേജ്രിവാൾ വളരെ നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നു. ഡൽഹിയെ ഇന്നത്തെ ഡൽഹിയാക്കി മാറ്റിയ ഷീല ദീക്ഷിത്തിനെ കേജ്രിവാളും കൂട്ടരും അപമാനിച്ചതിന് ഒരു പരിധിയും ഇല്ലായിരുന്നു. അതുപോലെ ഇന്ത്യയെ ലോകരാജ്യങ്ങളുടെ നിരയിലെത്തിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിനെയും മോദിയും BJPയും കഴിഞ്ഞാൽ ഇതുപോലെ അപമാനിച്ച മറ്റൊരാളില്ല. ചുരുക്കി പറഞ്ഞാൽ കേജ്രിവാളും അയാളുടെ പാർട്ടിയായ AAPയും BJPയുടെ മറ്റൊരു വേർഷൻ മാത്രമല്ല, അവർക്ക് വേണ്ടി കോൺഗ്രസിനെ നശിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ആളും കൂടിയാണ്. അതാണ് ഒരു സീറ്റ് പോലും നേടാനായില്ല എങ്കിലും AAPയുടെ പരാജയത്തിൽ കോൺഗ്രസ് സന്തോഷിക്കാനുള്ള പ്രധാന കാരണം. അത് മാത്രവുമല്ല, ഇതോടുകൂടി AAP എന്ന സംഘി പാർട്ടി പരിപൂർണമായി തകർന്നടിയാനുള്ള എല്ലാ സാധ്യതയുമാണ് ഉള്ളത്. അത് കോൺഗ്രസിന് ഏറ്റവും കുറഞ്ഞത് ഗുജറാത്തിലും ഗോവയിലും വലിയ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമാവും. അതുപോലെ ഡൽഹിയിലും AAP അപ്രസക്തമാകുന്നതോടുകൂടി കോൺഗ്രസിന് കരുത്താർജിക്കാനുള്ള വലിയ ഒരു അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതിന് ഒരു ഉദാഹരണമാണ് തെലങ്കാനയിലെ കോൺഗ്രസിന്റെ വലിയ ഉയർത്തെഴുന്നേൽപ്പ്. BRS രൂപീകരിച്ചതോടെ തെലങ്കാനയിൽ തകർന്നടിഞ്ഞ കോൺഗ്രസ് ഫീനിക്സ് പക്ഷിയെ പോലെയാണ് BRSന്റെ തകർച്ചയെ തുടർന്ന് ഉയർത്തെഴുന്നേൽക്കുകയും സംസ്ഥാന ഭരണം ആദ്യമായി കരസ്ഥമാക്കുകയും ചെയ്തത്. ഇനി വരുന്ന ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനാണ് അവസരം ഒരുങ്ങുന്നത്. AAPയിലേക്ക് പോയ കോൺഗ്രസിന്റെ പ്രവർത്തകരും വോട്ടർമാരും തിരിച്ച് കോൺഗ്രസിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഉള്ളത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ ഷീല ദീക്ഷിത്തിനെ തോൽപ്പിച്ച് അധികാരത്തിൽ എത്തിയ കേജ്രിവാളിനെ അതേ മണ്ഡലത്തിൽ ഷീല ദീക്ഷിത്തിന്റെ മകനായ സന്ദീപ് ദീക്ഷിത് മത്സരിച്ചതാണ് കേജ്രിവാളിന്റെ പരാജയത്തിന് കാരണമായത്. കോൺഗ്രസിനും സന്ദീപ് ദീക്ഷിത്തിനും ഇത് മധുരമായ പ്രതികാരമാണ്. ഇവിടെ ഗുർപ്രീത് വാലിയ എന്നയാൾ എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് ഇത്. ഒരു സിനിമയിലെ ഡാൻസിന്റെ രംഗം പങ്കുവെച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് AAPയുടെ പരാജയത്തിൽ കോൺഗ്രസുകാരുടെ മനോഭാവം ഇങ്ങനെയാണ് എന്നാണ്. അതുപോലെ കോൺഗ്രസ് പ്രവർത്തകനായ മോഹിത് ചൗഹാൻ പങ്കുവച്ച ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് റെസ്റ്റ് ഇൻ പീസ് ആം ആദ്മി പാർട്ടി 2012 മുതൽ 2025 വരെ എന്നാണ്. സ്പിരിറ്റ് ഓഫ് കോൺഗ്രസ് എന്ന ട്വിറ്റർ ഹാൻഡിലിന്റെ അരുൺ റെഡ്ഡി പറഞ്ഞത് യഥാർത്ഥ കോൺഗ്രസുകാരൻ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിൽ സന്തോഷിക്കും എന്നാണ്. बाकी पार्टी वाले सब मैं नहीं जानता मोदी जी से डरते नहीं डरते, केजरीवाल जरूर कांप जाते हैं. ആം ആദ്മി പാർട്ടി പേരുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും എല്ലായ്പ്പോഴും കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ ആ പ്രവൃത്തികൾ ബൂമറാങ് പോലെ അവർക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ്. സംഘി പാർട്ടി AAPയുടെ പരാജയം പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഡൽഹി, ഗുജറാത്ത്, ഗോവ എന്നിവിടങ്ങളിൽ കോൺഗ്രസിന്റെ വലിയ തിരിച്ചുവരവിന് കാരണമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനാൽ പരാജയത്തിലും കോൺഗ്രസ് ഉള്ളിൽ സന്തോഷിക്കുകയാണ്.